അവിടെ കൂട്ടത്തിൽ വല്ലവരും ഉണ്ടായിരുന്നോ? തമിഴന്മാര് തന്നെ, കാഴ്ചക്ക് ബുദ്ധിയും ബോധമുള്ള. അങ്ങനെയുള്ളവരാരെങ്കിലും അവറ്റയുടെ കൂട്ടത്തിൽ കാണുമോ? അതുകൊണ്ടല്ലേ ഇത് പുറത്തറിയോ പത്രക്കാരുടെ ജീവിലെത്തുകയോ ചെയ്യായിരുന്നു. അതെ, അതുകൊണ്ട് തന്നെയാണല്ലോ കുമ്പാരി ഊരും പേരും അറിയാത്തൊരു പാണ്ഡ്യയെ പോലീസിലിട്ട് കൊടുത്തത്. പക്ഷെ കൈ നിൽക്കും തോന്നില്ല. അവള് ചങ്കത്തിടിച്ച് വിളിയാ. ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തനം കയറി ഏറ്റാ പിന്നെ സംഗതി വെളി വരും. പത്രക്കാരൻ ടി വിക്കാരും കൂടെ തച്ചിനിരുന്ന് പണിഞ്ഞ് അലമ്പാക്കും. എനിക്ക് പങ്കില്ലാത്ത ഇടപാടായത്, അത് ഓർമ്മയുണ്ടല്ലോ. നമ്മള് തമ്മിൽ പങ്ക് പറയണ. എന്റെ ചൂണ്ടക്ക നിന്റെ ചൂണ്ടക്ക കൊത്തിയെന്ന് നോക്കാതെ ഒരുമിച്ച് വലിച്ച് കരക്ക് കയറ്റിയ പതിവല്ലേ ഉള്ളൂ നമുക്ക്. നല്ലതിനാ അവള് നിന്റെ കയ്യിൽ തന്നെ വന്നത്. ഞാനതിനെന്ത് കാണിക്കാനാ? ഈ ഒരു വാക്കങ്ങട് കൊടു, അതിലവള് തൽക്കാലം അടങ്ങട്ടെ. നീ ചുമ്മാ പറ, കൈ നിർത്തൊന്നുമില്ലല്ലോ. ബാക്കി കാര്യം എന്താന്ന് വെച്ചാ ഞാൻ നോക്കിക്കോളാം. കാണാൻ ബർക്കത്തുണ്ടോ മമാലി? മീഡിയം സ്ട്രോങ്, പഞ്ചാര കമ്മി. കുമ്പാരിക്ക് ഉപ്പ് നോക്കാൻ മാത്രം ഇല്ലേ മമാലി? കുണഞ്ഞ വർത്തമാനം പറയരുത്. എന്ത് പണ്ടാരോലും കാണിക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പോലെ കുമ്പാരി, ഒന്ന് പിടിപ്പിച്ചിട്ട് ഒരു പിടി ചോറ് തിന്നിട്ട് പോ. മമാലി, അവളുടെ കാര്യം ഏറ്റവും ഒന്ന് പറയിപ്പിക്കണം ഷൺമു സാറിനെ കൊണ്ട്. ശക്തിക്ക് മുന്നിൽ തീയ ശക്തികൾക്ക് ഒരിക്കലും നിലനിൽപ്പില്ല. നന്മയ്ക്ക് മുന്നിൽ തിന്മയ്ക്കും, സത്യത്തിന് മുന്നിൽ അസത്യത്തിനും. അങ്ങനെ പറഞ്ഞു കൊടച്ചു. നായന്മാരും നമ്പൂരാരും നസ്രാണികൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇതുപോലെ രച്ചം കേരളത്തിൽ ഇന്നുണ്ടായിരുന്നെങ്കിൽ നസ്രാണികൾ ഒരു കാലക്ക് കാലക്കേനെ. പക്ഷെ മുഖ്യമന്ത്രിയാവാൻ മാണി സാറാ നല്ലത്. പണ്ടാരടങ്ങാനായിട്ട് ഈ അച്ഛൻ പകലും ഇറങ്ങി തുടങ്ങിയ ഇറങ്ങും. നിന്നെ പോലെ ചെകുത്താന്മാരെ ഒഴിപ്പിച്ച് നാട് നന്നാക്കാൻ പട്ടാ പകല് ഞങ്ങൾ ഇറക്കും. നിങ്ങൾ ഈ കോപ്പം കണ്ട് ഗുണാരോടിച്ചിരുന്നുണ്ടല്ലോ, നിങ്ങൾക്കും കൂടെ ചേർത്ത് പാഴ്സൽ കൊണ്ടുവരുമോ? അടുക്കള പണിക്ക് ഞാൻ ഒരുത്തി അപ്പോയിന്റ് ആക്കി. ആരാത്? പിച്ചക്കാരൻ ആളെ വെച്ച് തണ്ടിക്കണ ആദ്യമായിട്ട് കേൾക്കുവാണ്. മമ്മാലി, ഞാൻ വല്ലതും പറഞ്ഞല്ലോ. നിങ്ങൾ ആരെ വെച്ചെന്നാ? അങ്ങോട്ട് പോയി നോക്ക്. ഓ ഇവളിതെന്ത് ഭാവിച്ചുണ്ടാ? കേറിയ ഒട്ട് കാണല്ല. ഇന്നായിരിക്കും ഇച്ചിരി വല്ലതും ആ കൊച്ചിന്റെ പള്ളയിലോട്ട് ചെല്ലണം. നമ്മളറിയാതെ ഇതൊരു വീടാകണം അമ്മലി. ഒരു സുഖമുള്ള കാഴ്ചയാണ്. അത്ര സുഖം വേണ്ടില്ല. ആ നായ്ബാബ എന്തോ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, എന്താ? അതാ തേവരലുള്ള മടമുണ്ടല്ല, വിദേശികൾ കൊച്ചുങ്ങളെ ദത്തെടുക്കുന്ന അവിടുത്തെ അമ്മ പറഞ്ഞാണ്. അത് ഈ കൊച്ചിന്റെ കാര്യം അവരെങ്ങനെ അറിഞ്ഞു? 2 ജർമ്മനിക്കാരെ ഡോഗിന്റെ കൈക്ക് വീണ്. സായിപ്പിന്റെ കൂടെയുള്ള മദാമേ ഇതേ കേസാണ്. മിണ്ടൽ നഹി കേൾവി നഹി. ബാബുവിനോട് അവര് പറഞ്ഞാണ് ഇതുപോലുള്ള കുട്ടികളെ ദത്തെടുക്കാൻ അവര് തയ്യാറാണെന്ന്. പക്ഷെ അവര് മഠത്തിൽ അമ്മച്ചി വഴിയെ ഡീല് നടത്തും. എന്ത് പണ്ടാരായാലും വേണ്ടില്ല, ഒന്ന് അന്വേഷിച്ച് നോക്ക്. കൊണ്ടുപോട്ടെ, വല്ല നാട്ടിലും പോയി ജീവിക്കട്ടെ പാവം. ആശാനെ കണ്ട് ഒന്ന് പറഞ്ഞു നോക്കാം. ഓ, RCC റീജിയണൽ ക്യാൻസർ സെന്റർ അവരുടെ റിപ്പോർട്ടാ. മറ്റവൻ ആമാശയവും കീഴടക്കി പടർന്നു കഴിഞ്ഞു. രക്ഷപ്പെടാൻ പഴുതുകളില്ല. രോഗി മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊള്ളണമെന്ന്. രോഗി ഞാനാ. എന്താ ശാനി പറയുന്നത്? ഇനി അധിക നാളില്ല. ഈ ശരീരത്തെ ചെങ്കൂടി പതപ്പിച്ച് പൊതുദർശനത്തിന് ടൗൺ ഹാളിൽ വെക്കാനെന്ന്. ചികിത്സ പാർട്ടി ഫണ്ടിലെ കാശ് ചെലവാക്കി ചടങ്ങിന് ചിലത് നടത്താം. അത് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അറിഞ്ഞാൽ സഖാക്കൾ ഡൽഹിയിലോ ബുഷപ്പിന്റെ നാട്ടിലോ ഒക്കെ കൊണ്ടുപോകും. ആവശ്യമില്ല. എന്തിനാ ഈ വാശി? ഈ കാര്യത്തിലെങ്കിലും ആരെങ്കിലും ഒന്ന് അനുസരിച്ചൂടെ? ഇല്ല, പ്രത്യേകിച്ച് നിന്നെ. നിനക്കതിനുള്ള അർഹതയില്ല. ഇഷ്ടം പോലെ ചെയ്യും. എന്നാ പിന്നെ മിണ്ടായിരുന്നൂടായിരുന്നു? എന്നെ ഇപ്പൊ എന്തിനാ അറിയിച്ചത്? കാര്യമുണ്ടായിട്ട് ഞാൻ കുറച്ചു നാൾ ഒരു മിണ്ടാപ്രാണി കുട്ടിയെ നിന്റെ മാളികയിൽ ഒന്ന് താമസിപ്പിക്കണമെന്ന് പറഞ്ഞു.
ബുദ്ധിമുട്ടായെങ്കിൽ എന്നെ വിളിച്ച് പറയാമായിരുന്നില്ലേ? നീ അതിനെ സായിപ്പിനും മദാമയ്ക്കും ദത്ത് കൊടുക്കാൻ തീരുമാനിച്ചത് എന്ത് അധികാരത്തിലാ? അതിനൊരു നല്ലത് വരട്ടെന്ന് കരുതിയില്ലേ? ഓഹോ, അത് നിന്റെ സ്വന്തം കുഞ്ഞായിരുന്നെങ്കിൽ അപ്പോഴത്തേക്കും നല്ലത് വരുത്താൻ എടുത്താർക്കാൻ കൊടുക്കുവോ? പറ, നാട്ടിൽ എത്രയോ പേരുണ്ട് കാശ് പണമുള്ളവര്. നീ കൊണ്ടുപോയി വിൽക്കുവോ? സ്വന്തമാണെ കൊടുക്കില്ലായിരിക്കും. ഉറപ്പില്ല, കൊടുക്കില്ലായിരിക്കും. നീ ചെയ്യും. നിനക്ക് മനുഷ്യന്റെ രൂപമേ ഉള്ളൂ, ഉള്ളിലൊരു നെറുകെട്ട ചെകുത്താനാ ഉള്ളത്. ഓർമ്മയുണ്ടോ നിനക്ക് സലോമി എന്നൊരു പാവം പെണ്ണിനെ? ഓർമ്മയുണ്ട്. 7-8 കൊല്ലമായി കാണും അവൾ അപ്പന്റെ അമ്മയുടെ കൂടെ ഈ പട്ടണം വിട്ട് കിഴക്കൻ മലയിലേക്ക് പോയിട്ട്. വെറുതെ പോയതല്ല, നിന്നെ സ്നേഹിച്ചു എന്ന തെറ്റിന് നീ കൊടുത്ത പ്രതിഫലവും വയറ്റിൽ പേറിയ അവള് പോയത്. ആ സമ്മാനത്തിനെയാ നീ സായിപ്പിന് ദത്തോട് തൊഴിവാക്കാൻ നോക്കിയത്. നിന്റെ മോളാണ് മഹാഭാവി ആ കുഞ്ഞ്. സലോമി മരിച്ചിട്ട് വർഷം 2 ആയി. അവളുടെ അപ്പനും അമ്മയുമാണ് അന്നെ എന്റെ അടുത്ത് കൊണ്ടുവന്നത്. നീ അതിനെ സ്നേഹത്തോടെ വളർത്തുകയാണെങ്കിൽ, അതിന്റെ മുഖം കണ്ട് കണ്ട് നീ ഒരു മനുഷ്യനായി മാറിയെങ്കിൽ അന്ന് പറയാനിരുന്നതാണ് ഞാനിത്. ഈ റിപ്പോർട്ട് വന്നപ്പോ എനിക്ക് തോന്നി, പറയാൻ ഞാൻ ശേഷിച്ചില്ലെങ്കിൽ നീ ഒരിക്കലും ഇത് അറിയാൻ പോണില്ലല്ലോ എന്ന്. വയ്ക്കോ, ഞാൻ എന്റെ കടമ തീർത്തു. എന്റെ പൊന്നുമോളിരിക്കെ ഒന്ന് കാണട്ടെ. ഞാൻ അറിഞ്ഞില്ലല്ലോ പൊന്നെ, ആരും പറഞ്ഞൂല്ല. എങ്ങാണ്ടൊന്നും വലിഞ്ഞേറി വന്നതെന്നല്ലേ ഈ പന്നം കരുതിയത്. എന്റെ അമ്മ. നാട്ടുകാര് പറയും, കണ്ണീ ചോരയില്ലാത്ത കാട്ടാളൻ ഷൺമുഖൻ അവളെ ചതിച്ചൊന്നും ചവിട്ടി പുറത്താക്കി നോക്ക്. സത്യം അതല്ല കുഞ്ഞെ. അവള് പിണങ്ങി, അത് നേരം. ഷൺമുഖൻ എന്ന തന്തയില്ല കഴിവറിയെ ഈ ചെകുത്താനെ മനുഷ്യനാക്കാൻ നോക്കിയോളൂ. പറഞ്ഞാൽ അനുസരിച്ച് ശീലമില്ലാത്ത ഈ തെണ്ടിപ്പട്ടിയോട് തോറ്റിട്ടാ അവളെ നാട് വിട്ടു പോയത്. ഒരു നാളിഞ്ഞ് തിരിച്ചു വരുമെന്ന് കരുതി, വന്നില്ല. പിന്നെ പതിയെ ഞാനും അങ്ങ് മറന്നുപോഴാവിനെ. തന്നെ വല്ല അറിഞ്ഞൂടായിരുന്നു പോയപ്പോ നീ അവിടെ വയറ്റി കുരുത്തു തുടങ്ങിയ കാര്യം. അറിഞ്ഞിരുന്ന് വിടുകയല്ലായിരുന്നടാ. ഒന്നും ചോദിക്കാനോ കാല് പിടിച്ചൊന്ന് കരയാനോ ഇനി അവളെ കാണുകയല്ലോ. പൊക്കളഞ്ഞില്ലേ? സാരമില്ല ചന്ന്, നിന്റെ വായിന്നൊരു വാക്ക് മിണ്ടി കേട്ടിരുന്നേലും ഈ മുടിഞ്ഞ നീറ്റലൊന്ന് കുറഞ്ഞേനെ. പഠിച്ചം വരാൻ അതിന് നിന്നെ ഇങ്ങനെയാണല്ലോ എൻ്റെ അടുത്തേക്ക് വിട്ടത്. ശിക്ഷയാ കണ്ണീരിലും ചോരയിലും ചവിട്ടി നടന്നതിന്റെ ശിക്ഷ. ഇനിയുള്ള കാലം ഈ അച്ഛനുണ്ടടാ ചക്കരെ, പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. രാജകുമാരിയായിട്ട് നിന്റെ അമ്മയുടെ പ്രാർത്ഥന പോലെ ഇനി ഷൺമുഖം മനുഷ്യനായിട്ട് ജീവിക്കും. അച്ഛന് ഉമ്മ തരട്ടെ. ഇനി അച്ഛനൊരുമ്മ താ. ഇവിടെ വാ ചക്കരെ.
5வது நாள் அவரை பத்தி ஒரு தகவலும் கிடைக்கல. ஒரு தடவை நேர்ல பார்த்த கூட போதும். பாவம், நெஞ்சு வலிக்கார மனுஷன். மாத்திரை மருந்து சாப்பிட கூட முடியாம சார் நினைச்சா போதும் ஏதாவது செய்யலாம். Yes, Commissioner here. What? What do you mean? Oh God. ഞാൻ അങ്ങോട്ട് വരാം. I'm coming. ഷൺമുഖൻ, സാറ് തിരക്കില്ലെങ്കിൽ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. അശോക് സാറിന്റെ കൊലയാളി എന്ന് പറഞ്ഞ് കസ്റ്റഡി കിടക്കുന്ന ആ തമിഴനുണ്ടല്ലോ, അവൻ നിരപരാധിയാണ് സാർ. ഫോഴ്സിലുള്ള ചില ആളുകൾ ചേർന്നുള്ളൊരു കളിയാണ് സാർ. അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം. അവനെ ജാമ്യത്തിൽ ഇറക്കണം. റിമാൻഡ് നീട്ടണമെന്ന് നമ്മളായിട്ട് കോടതി ഫോഴ്സ് ചെയ്യായിരുന്നാൽ മതി. ജാമ്യം ഈസിയാ. അവന്റെ കെട്ടിയോളൊരുത്തി വന്ന് വീട്ടിൽ ദിവസേന പ്രശ്നമാണ്. പണ്ടാരം ഷൺമുഖൻ, തീർന്നല്ലോ നിന്റെയൊക്കെ കഴപ്പ്. അല്ലെങ്കിൽ തന്നെ നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ട്രെയിനിങ് കോളേജിൽ കവാത്ത് പഠിപ്പിക്കുന്ന സാറന്മാര് പറഞ്ഞു തരുന്നുണ്ടല്ലോ, കാലക്കേട് കൊണ്ടും കയ്യിലിരിപ്പുകൊണ്ടും മുന്നിൽ വന്ന് പെടുന്ന പാവങ്ങളുടെ നെഞ്ചും കൂടെ ചവിട്ടി ചളുക്കി ക്ഷയം പിടിപ്പിച്ച് വിടാവുന്നു. ആന്റി ഗുണ്ടാസെല്ല് ജയിലെത്തിരി വെച്ചോണ്ടാ മതി. ഗുണ്ടകളെ കണ്ടിട്ടുണ്ടോ നീയൊക്കെ? കൈക്കും കാലിലും തലയ്ക്കും ശരീരത്തിന്റെ പുഷ്ടി അനുസരിച്ച് വില പറഞ്ഞ് ആവശ്യക്കാരന് വെട്ടിക്കൊടുക്കുന്ന നല്ല പണിക്കാരുണ്ട് ഈ പട്ടണത്തില്. തൊട്ടില്ല നീയൊന്നും. മുന്നിൽ പോയി നിൽക്കില്ല, പിട്ടുക്ക് വിറയ്ക്കും. സ്കെച്ച് ചെയ്ത് കാത്തിക്ക് വരഞ്ഞാണേ പിള്ളേര്. നാടും വീടും വിട്ട് പണിയെടുത്ത് തിന്നാൻ വന്നതാ ഇവൻ. കാലുമേ കാലും കയറ്റുവെച്ച് ചളുവയടിച്ച് ജീവിതം തീർക്കുന്ന മലയാളിക്ക് അലക്കി തേച്ച മുണ്ടും കുപ്പായ ഇടണമെങ്കിൽ ഇവനെ പോലുള്ള പാണ്ടികൾ വേണമല്ലോ. ഇവനെ ചവിട്ടി കൊന്നിട്ട് ഇപ്പൊ എന്ത് കോപ്പിലെ കേസാണ് നീ കൂടെ തെളിയിച്ചത്? ഒരുത്തി നടക്കുന്നുണ്ട് കരഞ്ഞ് കാലും വെന്ത്. ഇവന്റെ പെണ്ണ് ഏത് നായിന്റെ മോനാണ് അവളെപ്പോഴും സമാധാനിപ്പിക്കാൻ പോന്നെ? ഷൺമുഖൻ, ഇനി നമ്മൾ എന്താ ചെയ്യുക? സാറ് പേടിക്കൊന്നും വേണ്ട. ആരുടെയും തൊപ്പിയും നക്ഷത്രവും വടിയൊന്നും പോകാൻ പോണില്ല. അവനൊരു പാവ ഇസ്ത്രീകാരൻ പയ്യൻ. നാളെ ജയിലെടുത്ത് ഉമ്മൻചാണ്ടിയെ വിളിക്കാനൊന്നും പോണില്ല. ഇങ്ങനെ ഒരു പ്രജ ചത്തതിന്റെ പേരിൽ എടുത്തുകൊണ്ടുപോയി അണ്ടർവെയറിന്റെ വള്ളിയിലോ മറ്റേ കെട്ടി തൂക്ക് വല്ല കമ്പിയിലും. അവന് മോഷണമായിരുന്നല്ലേ തൊഴില്? ചിലപ്പോഴല്ല പോലീസ് നിന്നെ പൊക്കാൻ വരും. കട്ട തൊണ്ടി മുതൽ പോയ വഴിയേറിയാണെന്നും പറഞ്ഞു. നീ പക്ഷെ സബ് ജയിലിലെ പുഴുത്ത ചോറ് നിന്ന് കിടക്കേണ്ടവളല്ല. ഒന്ന് സ്വരുമയായിട്ട് നിന്ന് തന്നാ മതി, ചവിട്ടും കുത്തുമില്ലാതെ. ഞാനുണ്ടടി, ഞാൻ നിന്നെ നോക്കിക്കോളാം. നീ വല്ലതും കഴിച്ചോ? എന്തെങ്കിലും മേടിപ്പിക്കാം? വേണ്ടയ്യ, കൊച്ചു സുമ്മാ വിട്ടിടുങ്ക. അവൻ കോട്ടടിച്ചതോടെ നിന്റെ നല്ല കാലം തെളിഞ്ഞു വേണ്ടേ? ഇനിയാ നീ കാര്യങ്ങളുടെയൊക്കെ സുഖം അറിയാൻ പോണത്. ഇതാ എനിക്ക് പിടിക്കാത്ത. പതിയെ മതി, ചാവിന്റെ പെലയൊക്കെ കഴിയട്ടെ, എന്നിട്ടൊക്കെ മതി. നിന്നെ കണ്ടേന്ന് സാപ്പ് കുറി വരച്ചതാ. ഞാൻ കൊണ്ടേ പോവൂ കേട്ടമോളെ. ഞാൻ നാളെയും വരും. എവിടാ
സാബു? അറിയില്ല, ഇന്നിങ്ങോട്ട് വന്നില്ല. പെണ്ണുങ്ങളുടെ കൂടെ കിടന്നാൽ മാത്രം മാറുന്ന സൗഖ്യടവനുണ്ടെങ്കിൽ ആ ചികിത്സക്കായിട്ട് കട തുറന്നു വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ടൗണിൽ. ചത്തുപോയ തമിഴിന്റെ പെണ്ണിനെ ഇനി അവൻ കാണരുത്. അതിനോട് കാണിച്ച തന്തയിലാഴിക്ക് അവനൊരു പണി ഞാൻ വെച്ചിട്ടുണ്ട്. അത് വന്ന് മേടിച്ചോണ്ട് പോകാൻ പറ. കണ്ട, വരാൻ താമസിച്ച പണിയുടെ സൈസ് കൂടും, മനസ്സിലാക്കണം? പെണ്ണെന്ന് പറഞ്ഞവനെ ഈ ഒരു പണിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വിട്ടതാണെന്ന് കരുതി നടക്കുന്നവനെ കൊല്ലേണ്ടി വന്നാൽ ഞാൻ അതിനും പഠിക്കില്ല. ഷൺമുഖനാ പറയുന്നത്. സാബു. ആ, അവനാണ്. വരാൻ പറ. ഹലോ, കാശ് റെഡിയല്ലേ? എന്താ ചേട്ടായി ഒരു കടുപ്പം? 5 ലക്ഷം ഞാൻ ചോദിച്ചത്. അതിനിങ്ങനെ മസിൽ പിടിക്കാൻ നിന്ന 50ന്റെ പണി കിട്ടുമെന്ന് അറിയില്ലേ? പിന്നെന്തിനാ അതിന്റെ ഇടയ്ക്ക് CI പാപ്പച്ചൻ സാറിനെ വിളിച്ച്? എന്നിട്ട് പുള്ളി എന്താ പറഞ്ഞേ? സാബു ചോദിക്കുന്ന കൊടുത്തേക്കുന്നു അല്ലേ? പുള്ളിയെ പോലെ തന്തയ്ക്ക് പറഞ്ഞ പോലീസുകാരൻ ഞങ്ങളും കൂടെ കാര്യങ്ങൾ നല്ല സ്വരുമയിൽ നടത്തിക്കൊണ്ടുപോകാൻ അറിയാൻ പാടില്ലല്ലോ. ആ തോറ. ആ വാ. സാബുവിനിട്ട് പണിയെന്ന് ഷൺമുഖേട്ടൻ പറഞ്ഞപ്പോ അത് ചുമ്മാ വരട്ടാണെന്ന് ഞങ്ങൾ കരുതിയോളൂ. ആ തമിഴത്തി പെണ്ണ് അങ്ങനെ കെട്ടിയോളൊന്നും അല്ലല്ലോ. ചെലവന്നൂരിന്റെ ഫ്ലാറ്റ് സാബു എന്തിനു പോയെന്നാ പറഞ്ഞത്? അതാ മൺലെന്നിനടുത്ത് വാസ്തവല്ലേ, ആളുടെ വീട്ടിലൊരു പിരിവിന് പോയതാ. അത് അവര് തമ്മിലുള്ള ഏതാണ്ട് ഡീലാ. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഷൺമുഖേട്ടൻ ആലുവെന്ന് കരിമോഹനെ ടീമിനെ ഇറക്കി കൊടുത്താ. ഞങ്ങൾക്ക് ഇത് അങ്ങനെ വിട്ടളയാൻ പറ്റില്ല സാറേ. വാവര് പണിയാ താളം കാണിച്ചത്. നിങ്ങളുടെ സംശയങ്ങളല്ലേ എല്ലാം. കരിമോഹനെ വിളിച്ച് കൊട്ടേഷൻ കൊടുത്ത് ഷൺമുഖനാണെന്ന് നിങ്ങളുടെ സംശയം. സാബുവിനെ ഷൺമുഖൻ കൊല്ലും, അതും സംശയം. ഈ സംശയങ്ങൾ മാറണമെങ്കിൽ അത് അങ്ങേരുടെ വായിൽ തന്നെ കേൾക്കണം. അങ്ങേരിപ്പോ പഴയ ആളൊന്നും അല്ല. വക്കീൽ സാർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇൻസ്പെക്ടർ അശോകനെ കീച്ചതിന് ഞങ്ങളെ ഉള്ളിക്കറ്റാൻ നോക്കിയ പുള്ളിയാ. നിങ്ങൾ പോ, ഞാൻ അവനെ ഒന്ന് കാണുന്നുണ്ട്. ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ചെല്ല്.
മച്ചാനെ ഇറങ്ങണ്ട, ഞാൻ കണ്ടു. ഇറങ്ങണില്ല. നമ്മുടെ പാപ്പാളി സാബു മടിയായില്ലേ? ഞാൻ അറിഞ്ഞു. നിലത്ത് നിൽക്കണം പാന്നിയൊക്കെ, ഇല്ലെങ്കിൽ വീഴും, വീണ് ചാകും. കുമ്പാരി പണി കൊടുത്താന്നാ പിള്ളേര് പറയണത്. ഞാൻ പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസം വരണില്ല. വേണ്ടെന്നേ, അങ്ങനെ വിശ്വസിച്ചോട്ടെ. എന്റെ വക പണി വരണം അവന് ബ്ലോക്കായി നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് പടച്ചവൻ വേറെ ആർക്കോ കൊട്ടേഷൻ കൊടുത്തു. നമുക്ക് പിള്ളേരെ ഒന്ന് കാണണം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ടല്ലോ, പറഞ്ഞങ്ങോട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ പായമുള്ളണ ശീലം മാറാത്ത കിടാങ്ങളെ പോയി കണ്ടിട്ട് എന്ത് കുരിപ്പ് ക്ലിയർ ചെയ്യാനാണ്? ഇനി മൂപ്പിച്ചണ്ട് വന്നാ പറ, ഷൺമുഖനാണ് പാപ്പാലയുടെ ചങ്കി പിരിവെട്ടിയെന്ന്. മച്ചാൻ വണ്ടി വിട്ട് പോ മച്ചാനെ. കുമ്പാരുടെ കൊച്ചിനെ ശരിക്കും ഒന്നും കണ്ടില്ല. ഒരു ദിവസം അവളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് ഒന്ന് വാ. ആ കഥ അറിഞ്ഞോ? പടവീടം വക്കീലിന്റെ ആന്റിനയിൽ തെളിഞ്ഞ് നിൽക്കല്ലേ കുമ്പാരി നീ? നിന്റെ ഉള്ളും പുറം എനിക്കാണോ കാണാൻ മേലാത്തത്? ആ എന്നാ വിട്ടോ, ഞാനും പോവുക. കൊച്ചിനൊരു ജലദോഷപ്പനി പോലെ, വീട്ടിൽ കൊണ്ടാക്കട്ടെ. വണ്ടി എടുക്കാം. ഒരു ഫാക്ടറി കൂടി ഊർധൻ വലിച്ച് ചാവുന്നു. അതിനെ ചുറ്റി നിന്ന് വളർന്ന കുറെ ജീവിതങ്ങൾ. ആ ഇന്ന് ഫിലോസഫി പറഞ്ഞ് വയറ് നിറച്ചോ. ഒരു കുപ്പി പച്ചവെള്ളം വാങ്ങിച്ചു കുടിക്കാൻ കാശില്ല. വെള്ളത്തിന് പാലിനേക്കാൾ വിലയുള്ള ദൈവത്തിന്റെ സ്വന്തം ഊര്. നോട്ട് ബാഡ്. കത്തിക്ക് കീറി നക്കിപ്പട്ടി. ജോസേ, ഷൺമുഖന്റെ ക്ലാവിലടാ അവിടെ കളിക്കണേ. നീ കൂടി കൂടിക്കൊടുറ. നൂലിയുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. വണ്ടി കൊണ്ടൊന്ന് ഇടിക്കായിരുന്നു. ഡിസ്ചാർജ് മേടിക്കാം, നമുക്ക് കൊള്ളാവുന്ന എങ്ങോട്ടെങ്കിലും മാറ്റാം. അത് പറഞ്ഞു കഴിഞ്ഞ്. രണ്ട് ചെറുപ്പക്കാര് പിള്ളേരാണ് രക്ഷിച്ചത്. അവരവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവക്കൊറ്റയ്ക്ക് വല്ലതും കാണിക്കാൻ പറ്റുക. ആരാവന്മാര്? ഷൺമുഖൻ. ഷൺമുഖൻ എന്റെ കുഞ്ഞിനെയാ നിങ്ങള്. ഞാൻ എന്താ പറയാ, പറഞ്ഞാൽ തീർക്കാവുന്നതല്ല. ഞാൻ എന്താ നിങ്ങക്ക് തരേണ്ടേ? ഇത് പിടിച്ചോ. അയ്യോ, ഇതൊന്നും വേണ്ട. അല്ല, ഒരു സന്തോഷത്തിന് വാങ്ങിക്കണം. അതോ ഞങ്ങൾക്കൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ, അത് മതി. ഒരുപാട് കിട്ടിയിട്ടുണ്ട്. നേരിട്ടല്ലെങ്കിലും ചേട്ടനോട് ഞങ്ങളാ നന്ദി പറയേണ്ടത്. പൊയ്ക്കോട്ടെ. എന്തായാലും ചെയ്ത തെറ്റുകൾക്കൊരു പ്രായച്ചിത്തം. പക്ഷേ ആ മൊബൈൽ നമ്പർ അതിന് മറന്നേക്ക്. കരടിയും പിള്ളേരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. വക്കീലിന്റെ പങ്കെന്നാന്ന് മാത്രമേ. എന്ത് പങ്ക്? അവന്മാര് വലുതായി എന്റെ മച്ചാന്റെ മുകളില്. എടോ, കൊടുത്ത പണികളൊക്കെ ഇങ്ങനെയൊക്കെ തിരിച്ചു വരുമെന്നുള്ളത് ഉറപ്പാ. കണ്ണി കൊള്ളാതെ മാറിപ്പോയില്ലടോ. അങ്ങനെ ചിന്തിക്കുന്നതാ നല്ലത്. ഒരു ശത്രുവിനെ മുറിവേൽപ്പിച്ച് വിടരുത്. തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർത്തേക്കണം. ഞാൻ അവനെ കാണാൻ പോവാ. അറിയട്ടെ അവന്റെ മുഖം എന്താന്ന്. ടച്ചിനിരി, ഞാൻ വിളിക്കാം. ആ നശിച്ച പിള്ളേര് കലിപ്പായിട്ട് നിൽക്കാനുള്ള കുമ്പാരി. നിർത്താറായി മച്ചാനെ.
ഞാനും താനും കൂടെ തലപ്പത്തിരുന്ന് നിയന്ത്രിച്ചിരുന്ന ആ കമ്പനി പൂട്ടാറായി. വളർത്തുന്നായാലും പേ പിടിച്ചാൽ തല്ലിക്കൊല്ലണം. അതുങ്ങളുടെ ചോര വീണ് കൈ നാറ്റിക്കാൻ വയ്യാത്തോണ്ട് അത് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഇനി ഈ പട്ടണത്തിൽ കണ്ടുപോരുത് ആ 4 എണ്ണത്തിനെയും. തൊടലഴിഞ്ഞ് തെരുവിലേക്ക് ഓടിയ പട്ടികൾ പഴയ യജമാന സ്നേഹം കാട്ടിന്ന് വരില്ല. അതുങ്ങളെ മറന്നേക്ക്. നമ്മുടെ കൊച്ചിനെ നോവിക്കാൻ വരെ ധൈര്യം കാട്ടിയവന്മാരെ. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാം, നന്നാക്കാനാവില്ല. നന്നാവണം അവറ്റയല്ല നമ്മള്. തല നേരെ എന്നാ പിന്നെ വാല് വളഞ്ഞു കുത്തില്ല. ഈ പട്ടണത്തിൽ അറ്റുപോയ തലകൾക്കും ഒഴുകിപ്പോയ ചോരയ്ക്കും കമ്മീഷൻ വാങ്ങി നമ്മൾ നടത്തിയിരുന്ന കച്ചവടം നമ്മളായിട്ട് നിർത്തുമ്പോ പിന്നെ പിള്ളേർക്ക് എന്ത് കാര്യം? ഞാൻ അവന്മാരെ കാണാൻ പോവാ. 4 വാക്കി പറഞ്ഞു തീർക്കാവുന്നതാണ് ആ ഇടപാട്. കുമാരി ചെല്ല്. വളർത്തി വലുതാക്കി ഉസ്താദിനനുസരിക്കാൻ അവന്മാർക്ക് കടമയുണ്ട്. കുമാരി പറഞ്ഞില്ല ഈ മാനസാന്തരത്തിന്റെ കാര്യവും കാരണവും. കൊതിയായിട്ടാ മച്ചാനെ ഒരു മനുഷ്യനായിട്ട് ഈ മണ്ണിലൂടെ നടക്കാൻ, ചിരിക്കാനും കരയാനും ഒക്കെ കഴിയുന്ന ഒരു വെറും മനുഷ്യനായിട്ട് ജീവിക്കാൻ. ഷൺമുഖൻ വരുന്നുണ്ട് നിങ്ങളെ കാണാൻ. വേദം പറഞ്ഞു തുടങ്ങിയ ചെകുത്താനെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നോ? പൊയ്ക്കോ പൊയ്ക്കോ. പണമാണിതില്. തൊഴിൽ നിർത്തി പിരിഞ്ഞു പോകുന്നവർക്ക് ഇത് മാമൂല. എടുത്തോ, തമ്മി തല്ലി കീറാതെ പങ്കിട്ടെടുത്തോ. എന്നിട്ട് ഈ പട്ടണം വിട്ട് പോണം. തിരിച്ചു വരരുത്. എവിടെയെങ്കിലും പോയി പഴയ്ക്ക്. എന്റെ കുഞ്ഞിനെ കൊന്നുകളയാൻ നോക്കിയതടക്കം എന്നോട് കാണിച്ച തന്തയ്ക്ക് പിറക്കായിക സകലതും ഞാൻ മറക്കുന്നു. കണക്ക് നോക്കി പകരത്തിന് പകരം തീർക്കാൻ ഷൺമുഖം തീരുമാനിച്ചാൽ 4 പേർക്കും കൂടെ ഒരു കുഴി അത് വെട്ടിയിട്ടേ ഞാൻ വരൂ. നിന്റെയൊക്കെ കയ്യിൽ ആദ്യം ആയുധം വെച്ചെന്ന ആശാൻ ഞാനാണെങ്കിൽ അതിങ്ങ് തിരിച്ചു വാങ്ങിക്കേണ്ടത് എന്റെ കടമയാണ്. ഒരു ദിവസം സമയം. അതിനുള്ളിൽ ദൂരേക്ക് പോയിരിക്കണം. ഷൺമുഖ, അതിലെത്ര കാണും ആ ബാഗില്? തുക അറിഞ്ഞാലേ നീ എടുക്കുള്ളൂ. ഇത്രയും കാലം ഞങ്ങൾ കൊട്ടേഷൻ പിടിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് ഞങ്ങളൊരു കൊട്ടേഷൻ കൊടുത്തു. നിന്നെ സ്കെച്ച് ചെയ്തു ഷൺമുഖ. കാശ് കുറച്ച് കൂടുതലായി. നാഗർകോവിലിൽ നിന്ന് ടീം. ഇനി കാരിക്കാമറ ഷൺമുഖന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ ഇനി ഞങ്ങൾ മതി. വണക്കണ്ണാച്ചി, ഷൺമുഖം.